നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുന്ന, നമ്മുടെ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും നിദാനമായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല പണ്ടെന്നോ പൂർവികരാൽ സമർപ്പിച്ചിരിക്കുന്നതായ ആ ദേവതയാണ്, അല്ലെങ്കിൽ ആ കുലത്തിന്റെ ദേവതയാണ് നമ്മൾ കുലദേവത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബ പരദേവത എന്ന് പറയുന്നത്. കുടുംബദേവതയെ നമ്മൾ വണങ്ങേണ്ടുന്നതിന്റെ, അല്ലെങ്കിൽ കുടുംബദേവതയെ നമ്മൾ ഉപാസിക്കേണ്ടതിന്റെ ഒരു പ്രധാന പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വംശം അറ്റു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിൽ ദുർമരണങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, കുടുംബത്തിലുള്ളവർക്കും കുടുംബക്കാർക്കൊക്കെ തന്നെ ഐശ്വര്യവും ക്ഷേമവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വരുന്നതിന് കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ദേവത കുടുംബ പരദേവതയാണ്. ഇപ്പോൾ നമ്മൾ ദേശത്ത് വസിക്കുകയാണ് എന്നുള്ള